ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ, തിരുഷ്ടമിടിയിലേക്ക് സ്വാഗതം. എവർക്കും ഈശ്വര കൃപയും സമാധാനവും. കുമ്പസാരത്തെക്കുറിച്ചുള്ള ആലോചനകൾ നാം തുടരുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ പൊതുവിൽ വന്ന ഒരു അഭിപ്രായം ഭാഷ കുറച്ച് കഠിനമായി പോകുന്നു എന്നുള്ളതാണ്. പരമാവധി ലളിതമാക്കി പറയാനാണ് ശ്രമിക്കുന്നതെങ്കിലും പലപ്പോഴും എൻ്റെ ഭാഷയിൽ കാഠിന്യമുള്ള പദങ്ങൾ വന്നു ചേരുന്നു എന്നുള്ളത് എൻ്റെ ഒരു ബലഹീനതയാണ്. അത് മനഃപൂർവ്വം ചെയ്യുന്നതല്ല. ചില കാര്യങ്ങൾ വിശദീകരിക്കാനായി എനിക്ക് ആശ്രയിക്കാവുന്ന ഭാഷയുടെ പരിമിതി നേരിടുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. ഭാഷ എപ്പോഴും പരിമിതമായൊരു കാര്യമാണ്. ഭാവാർത്ഥത്തിലേക്ക് പ്രവേശിക്കണം, അതിൻ്റെ ആത്മാവിനെ കണ്ടെത്തണം എന്ന നിലയ്ക്കുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ അത്തരത്തിൽ കഠിനമായ പ്രയോഗങ്ങൾ ഉണ്ടായിപ്പോയിട്ടുണ്ട് എന്നുള്ളത് ഖേദത്തോടെ തന്നെ അംഗീകരിക്കുന്നു. ഹൃദയപരമായി ദൈവത്തെ സ്നേഹിക്കേണ്ടതിനെ കുറിച്ചാണ് ഒരു കാര്യം ഞാൻ പറഞ്ഞത്. പൂർണ്ണ ഹൃദയത്തോടെ. ഹൃദയം ഒരു അനുബോധനമാണ്. അതിന് വേറെ വാക്ക് പറയാൻ കഴിയില്ല. അനുബോധനം എന്ന് വെച്ചാൽ നമ്മൾ എന്ത് അനുഭവിക്കുന്നതും ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ടാണ്. സ്നേഹിക്കുന്നു എന്നതും സ്നേഹിക്കപ്പെടുന്നില്ല എന്നതും വേദനിക്കുന്നതും ഒക്കെ ഹൃദയമാണ്. ഒരാൾ നമ്മളെ സ്നേഹിക്കാതെ പോയാൽ നമ്മുടെ ഹൃദയമാണ് വേദന എടുക്കുക. എൻ്റെ ചങ്ക് കലങ്ങിപ്പോയി എന്നൊക്കെ പറയും. നമ്മുടെ ഹൃദയം ദൈവത്തെ അനുഭവിക്കുമ്പോഴാണ് ഹൃദയാനുഭവമായിട്ട് ദൈവം മാറുക. നമ്മൾ തിരിച്ചറിയാതെ പോകുന്നതാണ്. ദൈവാനുഭവം ആർക്കും അന്യമല്ല. എല്ലാവരും ദൈവത്തെ അനുഭവിക്കുന്നുണ്ട്. പക്ഷെ പലപ്പോഴും നമുക്കത് മനസ്സിലാവില്ല. ഞാൻ പറഞ്ഞല്ലോ, എല്ലാവരും ഒറ്റപ്പെടുത്തപ്പെടുന്ന ഒരു സമയത്ത് നമ്മൾ സത്യം പറഞ്ഞിട്ട് ആർക്കും മനസ്സിലാവുന്നില്ല. നമ്മൾ ഒറ്റയ്ക്കിരുന്ന് വിങ്ങിക്കരയുമ്പോൾ ഞാൻ നിന്നെ അറിയുന്നു എന്ന് ദൈവം പറഞ്ഞാൽ അത് നമ്മെ ആഴത്തിൽ സ്പർശിക്കും. അത് ദൈവാനുഭവത്തിന്റെ സ്ഥലമാണ്. ഒരനുഭവം പറഞ്ഞുകൊണ്ട് ഞാനത് കുറച്ചുകൂടി വിശദീകരിക്കും. എന്നെ കാണാനൊരു സുഹൃത്ത് വീട്ടിൽ വരികയാണ്. മിക്കവാറും സമയത്ത് അദ്ദേഹം എന്നെ കാണാൻ ഇങ്ങനെ വന്നിരുന്നു. വരുമ്പോഴൊക്കെ അദ്ദേഹത്തിന് പറയാനുള്ള നിരവധിയായ സങ്കടങ്ങളാണ്. അമ്മ അവഗണിച്ചതിൻ്റെ, കുടുംബത്തിൽ നിന്ന് സ്നേഹം കിട്ടാത്തതിൻ്റെ, ജീവിതം നഷ്ടപ്പെട്ടു പോയതിൻ്റെ എത്രയും അനുഭവങ്ങൾ അദ്ദേഹം പങ്കുവച്ചുകൊണ്ടിരിക്കുക. ഒരുപക്ഷെ കേട്ടാൽ മടുപ്പ് തോന്നുന്ന തരത്തിലാണ്. പറഞ്ഞത് തന്നെ വീണ്ടും വീണ്ടും ആവർത്തിക്കും. സങ്കടങ്ങളുടെ പെരുമഴയാണ്. അതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. എൻ്റെ സമയത്തിൽ മഹാഭൂരിപക്ഷം പങ്കും അദ്ദേഹം അപഹരിക്കാൻ തുടങ്ങി. വന്നിരുന്നാൽ മണിക്കൂറുകളോളം സംസാരിക്കും. അങ്ങോട്ടൊന്നും പറയുന്നത് അദ്ദേഹത്തിന് കേൾക്കാൻ സാധ്യമല്ല. മാത്രമല്ല, സങ്കടം പറയുന്ന ഒരാളോട് എന്തെങ്കിലും അങ്ങോട്ട് ആശ്വാസവാക്ക് പറയുന്നതിനേക്കാൾ അദ്ദേഹം പറയുന്നത് കേൾക്കുക എന്നുള്ളതാണല്ലോ പ്രധാനം. അദ്ദേഹത്തെ ആരും ശ്രമിക്കാതെ പോയതിന്റെ വിഷമമാണ് അദ്ദേഹം ഈ ആവർത്തിച്ച് പറയുന്നതിന്റെ അടയാളം. എപ്പോഴും അത് തന്നെ പറയാന്ന് വെച്ചാൽ ആരോ അവഗണിച്ചിട്ടുണ്ട്, ആ മുറിവകത്തുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതിന് ഏറ്റവും നല്ല കാര്യം കേൾക്കുക എന്നുള്ളതാണ്. അങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. പക്ഷെ ഈ കേൾക്കുന്നതിനൊരു പരിധിയുണ്ട്. നമ്മുടെ സമയം, നമ്മുടെ സ്വസ്ഥത ഒക്കെ നശിപ്പിക്കുന്ന രീതിയിലാണ്. ഒടുവിൽ ഒരു ഉപായം ഞാൻ കണ്ടെത്തുകയാണ്. അപ്പൊ മനസ്സിൽ തോന്നിയൊരു കാര്യമാണ്. അത് ദൈവം പറഞ്ഞതാണോ എന്നൊന്നും പരിശോധിച്ച് നോക്കിയിട്ടല്ല. ഞാൻ അദ്ദേഹത്തോട് പറയുന്നു, എറണാകുളത്ത് ബസിലിക്ക പള്ളിയുടെ മുമ്പിൽ ഒരു ആരാധന മഠമുണ്ട്. നീ അവിടെ പോയി ദിവികാരുണ്യ ആരാധനയുടെ മുമ്പിൽ ഇരിക്കുക. അവൻ പറഞ്ഞു, എനിക്കങ്ങനെ പ്രാർത്ഥിക്കാനൊന്നും പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു, നീ ഒന്നും ചെയ്യണ്ട, നീ വെറുതെ ഒന്ന് പോവുക, എന്നിട്ട് ദിവികാരുണ്യത്തെ നോക്കി അങ്ങനെ ഇരിക്കുക. രാവിലെ 7 മണിക്ക് ചാപ്പൽ തുറക്കും, അപ്പൊ പോയിരിക്കുക. വൈകിട്ട് 7 മണിക്ക് ക്ലോസ് ചെയ്യും, അപ്പോഴേ ഇറങ്ങിപ്പോരാവും. പരമാവധി സമയം അവിടെ ഇരിക്കുക. ലോകവുമായിട്ട് ഒരു കോണ്ടാക്റ്റിലും പോകരുത്. അനുസരണമുള്ള ചെറുപ്പക്കാരനാണ്, എന്നോട് സ്നേഹമുണ്ട്. ഞാൻ പറഞ്ഞ വാക്ക് കേട്ട് അദ്ദേഹം ഈ പറഞ്ഞ ചാപ്പലിൽ പോയിരുന്നു. അങ്ങനെ ചാപ്പലിൽ പോയിരുന്ന് ആദ്യത്തെ ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു. 3-ാം ദിവസം അദ്ദേഹം എന്നെ വിളിക്കുക. അപ്പൊ ഇതിനിടയ്ക്ക് സംഭാഷണമൊന്നും വേണ്ട എന്നാണ് പറഞ്ഞിട്ടുള്ളതെങ്കിലും അദ്ദേഹം എന്നെ വിളിക്കുക. അദ്ദേഹം പറഞ്ഞു, ഞാൻ ബ്രദർ പറഞ്ഞ പോലെ രാവിലെ പോയി അവിടെ ഇരിക്കും, വൈകിട്ടാണ് മടങ്ങി പോകുന്നത്, എല്ലാ ദിവസവും തുടരുകയാണ്. അപ്പം ചെന്നാൽ ഞാൻ അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോകാറാ പതിവ്. കുറച്ചു നേരമൊക്കെ ഞാൻ ഈശോയെ നോക്കിയിരിക്കും, പിന്നെ ഞാൻ ഉറങ്ങിപ്പോകും. ഞാൻ എൻ്റെ വിഷമമൊക്കെ പറയുന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഉറങ്ങിപ്പോകും. അങ്ങനെ 3-ാം ദിവസം ഞാൻ അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയി.
അങ്ങനെ ഉറങ്ങിപ്പോകുമ്പോൾ ആരോ എന്നോട് പറയുന്നൊരു സ്വരം ഞാൻ കേട്ടു. ആർക്കും നിന്നെ വേണ്ടായിരിക്കാം, എനിക്ക് നിന്നെ വേണം. അവിടെ നിന്ന് പുറത്തിറങ്ങിയിട്ടാണ് അദ്ദേഹം എന്നെ വിളിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഉത്തരം കിട്ടി, എന്റെ വിഷമം മാറി. ഞാൻ ചോദിച്ചു, എന്ത് സംഭവിച്ചു? അപ്പൊ പറഞ്ഞു, ഈശോ പറഞ്ഞു, എനിക്ക് നിന്നെ വേണം എന്ന് പറഞ്ഞു. ഒറ്റപ്പെട്ടു പോകുന്നൊരു സമയത്ത് ദൈവം കൂടെയുണ്ട് എന്നൊരു ബോധ്യം പരിശുദ്ധാത്മാവിൽ നമുക്ക് ലഭിക്കുമ്പോൾ നമ്മുടെ ഹൃദയം അനുഭവിക്കുന്ന ആ ആശ്വാസം, ആ ദൈവാനുഭവം ജീവിതത്തിൽ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുന്നതല്ല. ഹൃദയതലത്തിലാണ് അത് അനുഭവിക്കാൻ പറ്റുക. സാഹചര്യങ്ങളൊക്കെ എതിരായിരിക്കും. ചിന്തിച്ചാൽ ഒരു ഉത്തരം കണ്ടെത്താൻ കഴിയാത്ത സ്ഥിതിയിലായിരിക്കും. അപ്പോഴാണ് നമ്മുടെ എല്ലാ വിചാരങ്ങളെയും അതിലംഘിക്കുന്ന ദൈവത്തിന്റെ സ്നേഹം നമ്മെ സ്പർശിക്കുക. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ വെച്ച് ഒറ്റപ്പെട്ടു പോയ സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന സത്യം മറ്റുള്ളവർ അംഗീകരിക്കാതെ പോയ സമയത്ത് ഒക്കെ ഹൃദയത്തിനകത്ത് ജ്വലിച്ചിട്ടുണ്ടാവും. ദൈവമെല്ലാം അറിയുന്നു എന്ന ബോധ്യം. ഹൃദയതലത്തിൽ ഇങ്ങനെ ദൈവത്തെ അനുഭവിക്കുമ്പോൾ മാത്രമേ നമുക്ക് ദൈവത്തെ സ്നേഹിക്കാൻ പറ്റൂ. എല്ലാവരാലും തള്ളപ്പെട്ടൊരു സമയത്ത് എന്നെ കൈവിടാത്തവനായി ക്രിസ്തു ഉണ്ട് എന്നൊരു ബോധ്യം എന്റെ ഹൃദയത്തെ ഭരിച്ചതാണ് എന്നെ രൂപാന്തരപ്പെടുത്തിയത്. അവിടെ നിന്നാണ് സ്നേഹം എന്താണെന്നും ക്രിസ്തുവിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നും സ്നേഹം നേടാനുള്ളതല്ല കൊടുക്കാനുള്ളതാണെന്നും ഒക്കെയുള്ള ബോധ്യത്തിലേക്ക് ഞാൻ എത്തിച്ചേരുന്നത്. അപ്പൊ സ്വാഭാവികമായും ഹൃദയത്തിനകത്ത് ഇങ്ങനൊരു അനുഭവമുണ്ട്. മറ്റൊരാൾക്കും സ്വീകരിക്കാൻ കഴിയാത്ത, മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരാളെ ജീവിതത്തിൽ ഒറ്റപ്പെടുകയും നിരാശപ്പെടുകയും വേദനിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഹൃദയത്തിൽ വെച്ച് കണ്ടുമുട്ടാൻ പറ്റും. ഹൃദയം അനുഭവത്തിന്റെ തലമാണ്. അങ്ങനെ ഒരു ഹൃദയാനുഭവത്തിൽ നിന്ന് ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുമ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കാൻ പറ്റും. അത് സ്വാഭാവികതയെല്ലാം അതിലംഘിക്കുന്ന ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങളൊക്കെ ഏതെങ്കിലും ഒരു നിമിഷത്തിൽ ഒറ്റപ്പെട്ടു പോയപ്പോൾ, എല്ലാവരാലും അകറ്റപ്പെട്ടപ്പോൾ, അപമാനിക്കപ്പെട്ടപ്പോൾ, സങ്കടപ്പെട്ടിരുന്നപ്പോൾ, ആർക്കും വേണ്ട എന്ന് കരുതി നിരാശപ്പെട്ടിരുന്നൊരു സമയത്ത് നിങ്ങളുടെ ഹൃദയത്തെ ആശ്വസിപ്പിച്ച ദൈവത്തിന്റെ ഒരു കയ്യൊപ്പ് നിങ്ങളുടെ ഹൃദയത്തിൽ പതിഞ്ഞിട്ടുണ്ട്. അവിടെ നിന്ന് ദൈവത്തെ സ്നേഹിക്കാൻ പറ്റും. വായിച്ചറിഞ്ഞ അറിവിൽ നിന്നല്ല, ഹൃദയം പറയുന്ന അറിവിൽ നിന്നാണ് നമുക്ക് പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കാനുള്ള ബലം ലഭിക്കുക. അപ്രകാരം ഒരു ബലം നിങ്ങളുടെ ഹൃദയത്തിൽ എപ്പോഴെങ്കിലും ഒക്കെ ഉണ്ടായിട്ടുണ്ടോ എന്നൊന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് പൂർണ്ണ ഹൃദയത്തോടെ, അവിടെ വിഭജിതമല്ല ഹൃദയം. ഈ ലോകമൊന്നും അവിടെ നമ്മെ ബാധിക്കുന്ന വിഷയമല്ല. അവിടെ ദൈവമാണ് പരമാരാധ്യൻ, ദൈവമാണ് നമ്മുടെ പ്രണയി. ദൈവവുമായുള്ള പ്രണയബന്ധത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റും. ആ സ്നേഹത്തെ മറികടന്ന് നമ്മൾ ഒരിക്കലും പോവില്ല. ഇതാണ് പൂർണ്ണ ഹൃദയത്തോടെ എന്ന് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഞാൻ കുറെ കൂടിയൊക്കെ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം അംഗീകരിക്കാൻ പറ്റുന്നുണ്ട്, സ്വീകരിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് കമന്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. ഇനി പൂർണ്ണ ശക്തിയോടെ എന്ന് പറയുമ്പോഴും ഞാൻ പറഞ്ഞു, നമ്മുടെ ബലഹീനതയാണ് നമ്മുടെ ശക്തി. ഒരു ഗ്ലാസ്സിൽ നിറയെ വെള്ളമുള്ളപ്പോൾ നമുക്ക് വെള്ളമുള്ളതായിട്ട് കാണാൻ പറ്റില്ല. പക്ഷെ കുറച്ച് വെള്ളം കുറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഈ ഗ്ലാസ്സിനകത്ത് വെള്ളം എത്രത്തോളം ഉണ്ട് എന്ന കാര്യം തിരിച്ചറിയാൻ പറ്റും. പെർഫെക്ഷൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ, അല്ലെങ്കിൽ പരിപൂർണത, ബലവത്തായ അവസ്ഥ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആത്മാവിന് ഗുണകരമായ ഒരു കാര്യമാണ്. അത് ഒരു സങ്കല്പം മാത്രമാണ്, അമൂർത്തമായ ഒരു കാര്യം മാത്രമാണ്. ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുള്ള കഥയാണ്, സംഭവിച്ച കാര്യമാണ്. ഞാൻ ഉത്തരാഖണ്ഡിൽ ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഹിന്ദി എനിക്ക് അത്ര വശമില്ല, അത് ഒരു നാട്ടുഭാഷയും കൂടി കലർന്ന ഹിന്ദി അവിടെ വേണം, എനിക്ക് പറയാൻ സാധ്യമല്ല. അപ്പോൾ ഒരച്ഛൻ എന്നെ സഹായിക്കുന്നുണ്ട്. വളരെ ശക്തിയോടെ പ്രഘോഷിക്കുന്ന ഒരു പുരോഹിതൻ, നമ്മൾ പറയുന്നതിൻ്റെ ആത്മാവിനെ ഉൾക്കൊണ്ട് നമുക്ക് തന്നെ ജ്വലനം നൽകുന്ന രീതിയിലാണ് ട്രാൻസ്ലേഷൻ നടക്കുന്നത്. അപ്പം അദ്ദേഹം അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് റിട്രീറ്റ് കഴിഞ്ഞ് വൈകുന്നേരത്തെ സമയത്ത് ഞാൻ ചാപ്പലി വന്നിരിക്കുകയാണ്. കുറെ കഴിഞ്ഞപ്പോൾ അദ്ദേഹം വന്നിരിക്കുന്നു. അദ്ദേഹം എന്നോട് ഈ കാര്യം പങ്കുവയ്ക്കുകയാണ്. അദ്ദേഹം സംസാരിക്കുന്ന വിരോധമുണ്ടോ? പറഞ്ഞു, വിരോധമില്ല. അദ്ദേഹം പറഞ്ഞു, ഒരു ദൈവാനുഭവം. ഞാൻ മുമ്പൊരു എപ്പിസോഡിൽ പറഞ്ഞതായതുകൊണ്ട് അധികം വിശദീകരിക്കുന്നില്ല.
അങ്ങനെ പറഞ്ഞ് ഞാൻ അദ്ദേഹത്തോട് പല കാര്യങ്ങളും പറഞ്ഞു. വിശുദ്ധരുടെ ജീവിതത്തെക്കുറിച്ച്, ആധ്യാത്മിക സാധനങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഇതൊക്കെ ഞാൻ ആളുകളോട് പറയാറുണ്ട്, അവർക്ക് വലിയ അനുഭവമാണ് എന്നോട് സംസാരിക്കുമ്പോൾ, പക്ഷെ എനിക്ക് ഒരു അനുഭവമില്ല. അങ്ങനെ കുറെ നേരം സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം നിവർത്തികെട്ട്, എനിക്കിത് മനസ്സിലാവുന്നില്ല എന്ന് കരുതിയിട്ടാവണം, അദ്ദേഹം പറഞ്ഞു, ഞാൻ എല്ലാ പ്രാർത്ഥനകളും കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്, ആത്മശോധന ചെയ്യുന്നുണ്ട്, കുമ്പസാരിക്കുന്നുണ്ട്, കൂദാശകൾ അനുഷ്ഠിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ഞാൻ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്, പരമാവധി പെർഫെക്റ്റ് ആയിരിക്കാൻ ഞാൻ നോക്കുന്നുണ്ട്, ബട്ട് ഐ ഹാവ് നോ എക്സ്പീരിയൻസ്. അപ്പൊ ഇങ്ങനെ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞപ്പോൾ, അദ്ദേഹം ആ പറഞ്ഞ അവസാനത്തെ വാക്കിലാണ് എനിക്ക് കാര്യം മനസ്സിലായത്. അദ്ദേഹം പറഞ്ഞു, ഞാൻ പരമാവധി പെർഫെക്റ്റ് ആകാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞു, ഇവിടെയാണ് കുഴപ്പം. നമ്മുടെ പെർഫെക്റ്റ് ആകാനുള്ള ശ്രമങ്ങൾ അല്ല നമുക്ക് ആവശ്യം, നമ്മുടെ കുറവുകളെ കുറിച്ചുള്ള ബോധ്യമാണ്. ഇംപെർഫെക്ഷൻ ആണ് ദൈവാനുഭവത്തിന്റെ വേദി. 2 കൊരിന്ത്യർ ലേഖനത്തിൽ 12-ാം അധ്യായത്തിൽ 9 മുതലുള്ള തിരുവചനങ്ങളിൽ സ്ലീഹ ദൈവത്തോട് തനിക്കുണ്ടാകുന്ന പ്രലോഭനങ്ങളെ കുറിച്ച്, മുള്ളിനെ കുറിച്ച് പറയുമ്പോൾ, ആ മുള്ളെടുത്തു മാറ്റണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് സ്ലീഹയോട് പറയുന്നത്, നിനക്ക് എന്റെ കൃപ മതി, നിന്റെ ബലഹീനതയിലാണ് എന്റെ ശക്തി വെളിപ്പെടുക എന്നാണ്. അപ്പൊ നമ്മുടെ ശക്തി ബലഹീനതയാണെന്നറിയാം. അതുകൊണ്ട് ദൈവസന്നിധിയിൽ ഞാൻ ബലഹീനനാണ്, എനിക്കിത് കഴിയുന്നില്ല, എനിക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ല, എനിക്ക് കോപമുണ്ടാകുന്നു, ഞാനിങ്ങനെ അസ്വസ്ഥനാകുന്നു, ആകുലപ്പെട്ടു പോകുന്നു, എന്റെ ബലഹീന പ്രകൃതിയെ ഞാൻ തുറന്നു വെക്കുമ്പോൾ ദൈവത്തിന്റെ അപരിമേയമായ ശക്തി നമ്മെ ഭരിക്കുന്ന അനുഭവം. അപ്പൊ ദൈവത്തെ സ്നേഹിക്കണമെങ്കിൽ ദൈവസന്നിധിയിൽ ബലഹീനത വെളിപ്പെടുത്തണം. മനുഷ്യരുടെ മുമ്പിൽ ബലഹീനത വെളിപ്പെടുത്തിയാൽ സഹതാപം ഉണ്ടാകാം, അല്ലെങ്കിൽ കുറ്റാരോപണം ഉണ്ടാകാം എന്നല്ലാതെ മെച്ചമൊന്നും ഉണ്ടാകാൻ പോണില്ല. ബലഹീനത വെളിപ്പെടേണ്ടത് ദൈവസന്നിധിയിലാണ്. എന്റെ കുറവ്, എന്റെ പരിമിതി ദൈവസന്നിധി ഞാൻ തുറന്നു വെക്കുന്നതാണ് സ്നേഹത്തിന്റെ ഏറ്റവും പ്രകടമായ ഭാവം. നമ്മൾ പലപ്പോഴും നമ്മുടെ ബലഹീനതകൾ അംഗീകരിക്കില്ല. കോപിക്കുന്ന സ്വഭാവം എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത് അതെന്റെ സ്വഭാവമാണ് എന്ന് പറഞ്ഞ് നമ്മൾ നീതീകരിക്കാനാണ് ശ്രമിക്കുക. പക്ഷെ ദൈവസന്നിധിയിൽ, ദൈവം എനിക്ക് കഴിയുന്നില്ലല്ലോ, എനിക്ക് പറ്റുന്നില്ലല്ലോ, ഞാൻ ബലഹീനനാണല്ലോ എന്ന് നമ്മൾ പറയുമ്പോൾ യഥാർത്ഥ പ്രണയം വർദ്ധിക്കുകയാണ്. എത്രത്തോളം നാം ബലഹീനരാകുന്നു അത്രത്തോളം ദൈവിക ശക്തി കൊണ്ട് നമ്മൾ നിറയാണ്. അതുകൊണ്ട് തിരിച്ചറിയണം, ബലഹീനതയാണ് നമ്മുടെ ശക്തി. ഇതാണ് ഞാൻ ഹൃദയപരമായ അർപ്പണത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണാത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ മനസ്സോടെ സ്നേഹിക്കണമെന്ന് പറയുന്നതിന്റെ ഭാഗമായിട്ട് പറഞ്ഞത്. അത് കുറച്ചുകൂടി വ്യക്തമായി എന്നാണ് എൻ്റെ ധാരണ. ഇനി പറഞ്ഞത് കൽപ്പനകളെ കുറിച്ചാണ്. അവിടെ മാതാപിതാക്കളെ ബഹുമാനിക്കണമെന്ന കൽപ്പന, വാസ്തവത്തിൽ ബഹുമാനം ജനിക്കേണ്ടത് സ്നേഹത്തിൽ നിന്നാണെന്നാണ് പറഞ്ഞത്. ബഹുമാനം ഉണ്ടാകുന്നത് ദൈവത്തോടുള്ള ബഹുമാനത്തെ പ്രതിയാണ്. ദൈവത്തോടുള്ള നമ്മുടെ അർപ്പണഭാവത്തോട് ബന്ധപ്പെടുത്തി മാത്രമേ ബഹുമാനത്തെ കാണാൻ പറ്റൂ. മാതാപിതാക്കളെ ബഹുമാനിക്കണം എന്നൊരു നിയമം എന്ന നിലയ്ക്ക് നമുക്ക് സ്വീകരിക്കാൻ നോക്കിയാൽ പല പരിമിതികളുള്ളതായിട്ട് കാണാൻ പറ്റും. നിയമങ്ങൾ എപ്പോഴും നമ്മെ തടഞ്ഞു നിർത്തുന്നവയാണ്. പക്ഷെ സ്നേഹഭാവമാകട്ടെ ആ മുഖത്തിന്റെ ഭാരം കുറയ്ക്കുന്നതാണ്. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നത് കൊണ്ട് ദൈവം എനിക്ക് എന്ന മാതാപിതാക്കളെ സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു എന്ന് വരുമ്പോൾ അവിടെ ബഹുമാനത്തിന് അളവില്ലാതിരിക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് മാതാപിതാക്കളോട് ബഹുമാനമില്ല എന്ന് പറയുന്ന സാധാരണ മാനുഷികമായൊരു കാര്യത്തെ യഥാർത്ഥ സ്നേഹത്തിന്റെ പ്രവൃത്തിയുടെ പ്രതിഫലനമായിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ബഹുമാനം എന്നത് നിർബന്ധിച്ച്, അടിച്ചേൽപ്പിച്ച് ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞ് ചെയ്യേണ്ട ഒരു കാര്യമല്ല. അത് മാതാപിതാക്കൾ ദൈവത്തെ ബഹുമാനിക്കുമ്പോൾ സ്വാഭാവികമായി കുട്ടി മാതാപിതാക്കളെ ബഹുമാനിക്കാൻ തുടങ്ങും. കുട്ടിയെല്ലാം പഠിക്കുന്നത് കണ്ടിട്ടാണ്, കേട്ടിട്ടല്ല. ചൊല്ലിപ്പഠിപ്പിക്കാൻ സാധ്യമല്ല. കേട്ട് പഠിക്കുന്നതിന് പരിമിതിയുണ്ട്. അതേസമയം കണ്ടുപഠിക്കുന്ന കാര്യം ഹൃദയത്തിൽ രേഖപ്പെടുത്തപ്പെടും. കണ്ടുപിടിക്കുന്ന കാര്യം ദൈവത്തോട് എങ്ങനെ, എന്ത് മനോഭാവമാണ് മാതാപിതാക്കൾ പുലർത്തുന്നത്? പരാതിയില്ലാതെ, പരിഭവമില്ലാതെ ദൈവം നൽകുന്ന സാഹചര്യങ്ങളൊക്കെ സ്വീകരിക്കുന്ന, ദൈവമാണ് സർവശക്തൻ എന്നേറ്റു പറയുന്ന, നിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറയുന്നൊരു മനോഭാവമാണ് മാതാപിതാക്കൾക്കുള്ളതെങ്കിൽ, അല്ലെങ്കിൽ ദൈവത്തെ അങ്ങനെ ബഹുമാനിക്കുന്ന ഒരു സ്വഭാവം മാതാപിതാക്കൾക്കുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും മക്കൾ മാതാപിതാക്കളെ ബഹുമാനിക്കും. എന്നെ നീ ബഹുമാനിക്കണം, ഞാൻ നിനക്ക് ഇതൊക്കെ ചെയ്തു തരുന്നില്ലേ, ഞാൻ കടമകളൊക്കെ ചെയ്യുന്നില്ലേ,
ഞാൻ ഇങ്ങനെയൊക്കെ നിന്നെ നോക്കുന്നില്ലേ, ഞാൻ നിന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നില്ലേ, 10 മാസം നിന്നെ ഗർഭത്തിൽ ഇട്ടുകൊണ്ട് നടന്ന് ഞാൻ ഇങ്ങനെ വിഷമിച്ച് എന്നൊക്കെ പറയുമ്പോൾ കുട്ടി പരിമിതമായ ഈ സ്വഭാവത്തെ അവഗണിക്കും. അതേസമയം ദൈവമാണ് നിനക്ക് ജന്മം നൽകിയത്, ദൈവമാണ് നിന്നെ പരിപാലിക്കുന്നത്, ഞാൻ ഈ ചെയ്യുന്നതൊക്കെ ദൈവത്തിന്റെ കരത്തിൽ നിന്ന് വരുന്ന കാര്യങ്ങളാണ്, ദൈവമാണ് നിന്നെ ഇങ്ങനെ സംരക്ഷിക്കാൻ എന്നെ ഏൽപ്പിച്ചത്, ഞാൻ ദൈവത്തിന്റെ പ്രവൃത്തിയാണ് ചെയ്യുന്നത്, എന്റെ പ്രവൃത്തിയുടെ മേന്മയൊന്നും ഇതിനകത്തില്ല എന്നാണ് ഒരു പിതാവിന്റെയോ മാതാവിന്റെയോ ഭാവമെങ്കിൽ നിശ്ചയമായിട്ടും കുട്ടി മാതാവിനെയും പിതാവിനെയും അംഗീകരിക്കും. ഞാൻ ഈ അടുത്ത് കണ്ട ഒരു ചെറു സന്ദേശത്തിൽ ഒരു കുട്ടി അമ്മയോട് പറയുന്ന കാര്യമാണ്. അമ്മ പറയും, ഞാൻ നിന്നെ ഇങ്ങനെ 9 മാസം 9 ദിവസവും ഉദരത്തിലിട്ടാണ് വളർത്തിയതെന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് എന്തറിയാം, സഹിച്ചത് മുഴുവൻ ഞാനല്ലേ. അനങ്ങാൻ പറ്റാത്തൊരു കുടിസ് മുറിക്കകത്തുന്ന പോലെ കൈയും കാലും ചലിപ്പിക്കാൻ പറ്റാതെ വിഷമിച്ച് ശ്വാസം മുട്ടി ആരും കേൾക്കാനില്ലാതെ ആരോടൊന്നും പറയാൻ പറ്റാതെ വീർപ്പ് മുട്ടി ഞാൻ കഴിഞ്ഞതാണോ വലുത്, അല്ലെങ്കിൽ എന്നെ ഉദരത്തിൽ വഹിച്ചതാണോ വലുത് എന്ന് ചോദിക്കുന്നു. സ്വാഭാവികമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഡിമാൻഡ് ചെയ്ത് നേടാവുന്ന ഒന്നല്ല ബഹുമാനം. അപ്പൊ അതുകൊണ്ട് മാതാപിതാക്കളായിട്ടുള്ളവർ ഓർക്കേണ്ടത് ഈ കാര്യമാണ്. കുട്ടികൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇവർ ദൈവകരാണ്, ദൈവമാണ് അവരെ ഏൽപ്പിച്ചത്. അപ്പൊ അവർക്ക് കുറവും പരിമിതിയൊക്കെ മാനുഷികമായിട്ടുണ്ടാകും, സാമൂഹിക സാഹചര്യങ്ങളുടെ പരിമിതിയൊക്കെ ഉണ്ടാകും, അവർക്ക് കിട്ടിയ അനുഭവങ്ങളുടെ പരിമിതി അവർക്കുണ്ടാവും. ഈ പരിമിതികളെ കണക്കാക്കരുത്. ദൈവം അവരെ ഏൽപ്പിച്ച ദൈവത്തെയാണ് ബഹുമാനിക്കേണ്ടത്. അവരോട് കാട്ടുന്ന ബഹുമാനം യഥാർത്ഥത്തിൽ ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതിയായി മാറുമ്പോൾ ആ ബഹുമാനം അർത്ഥവത്തായി തീരും എന്നാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഉണ്ടോ എന്നാണ് പരിശോധിക്കേണ്ടത്. അത് കേവലാനുസരണത്തെ കുറിച്ചല്ല, അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെടുമെന്ന ഭയം കൊണ്ട് മാതാപിതാക്കൾ പറയുന്നതൊക്കെ ചെയ്തു പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ചല്ല, ഹൃദയഭാവത്തിൽ എങ്ങനെ അവർ സ്വീകരിക്കാൻ പറ്റുന്ന കാര്യത്തെക്കുറിച്ചാണ് ആലോചന വേണ്ടത് എന്ന കാര്യമാണ് പറഞ്ഞത്. അപ്രകാരമാണ് ബഹുമാനം ഉണ്ടാകേണ്ടതെന്നും അനുസരണം ഉണ്ടാകേണ്ടതെന്നും, അനുസരണം ഹൃദയത്തിന്റെ ഭാവമാണെന്നും അല്ലാതെ ശിക്ഷയെ ഭയന്ന് നിയമത്തെ ഭയന്ന് ചെയ്യുന്നൊരു പ്രവൃത്തിയായി മാറരുത് എന്നുമാണ് പറഞ്ഞത്. അത് വെച്ചത് പരിശോധിക്കാം. ഇനി 5-ാം പ്രമാണം പറഞ്ഞപ്പോൾ കൊല്ലരുതെന്ന പ്രമാണത്തെക്കുറിച്ച് പല കാര്യങ്ങളും ഞാൻ പറഞ്ഞു. ചില കാര്യങ്ങൾ പറയാൻ വിട്ടുപോയത് കൂട്ടിച്ചേർക്കാം. ഒന്ന്, കൊലപാതകം ഉണ്ടാകുന്നത് സ്നേഹത്തിന് വിരുദ്ധമായിട്ടാണ് നമുക്കറിയാം. അങ്ങനെ കൊലപാതകം ഉണ്ടാകുന്നതിന്റെ ഒരു കാര്യം സഹോദര സ്നേഹം നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ്. ഒരു മൂലപാപം അതിന്റെ പുറകിലുണ്ട്. അസൂയയാണ് അതിന് കാരണമായിട്ട് മാറുന്നത്. അസൂയക്കെതിരായത് ഉപവിയാണ്. ഉപവി സഹോദര സ്നേഹമാണ്. അപ്പൊ സഹോദര സ്നേഹമാണോ നമുക്കുള്ളത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആലോചിക്കാൻ പറ്റും. മറ്റൊരാളെ നമ്മൾ നിരാകരിക്കുന്നത്, അയാൾ മെച്ചപ്പെടുമ്പോൾ അംഗീകരിക്കാൻ പറ്റാതെ പോകുന്നത് ഹൃദയത്തിന് അസൂയ ഉള്ളതുകൊണ്ടാണ്. അത് പരിശുദ്ധാത്മാവിനെതിരായ ഒരു തിന്മ കൂടിയാണ്. അപ്പൊ അസൂയ കൊലപാതകത്തിലേക്ക് നയിക്കും. നമുക്ക് ആബേലിന്റെയും കായന്റെയും കഥയറിയാം. അവിടെ ആബേലിനെ കായൻ കൊല്ലുന്നത് ദൈവം അവനെ അനുഗ്രഹിച്ചു എന്നൊരു കാരണത്താലാണ്. അപ്പോൾ ദൈവം മനുഷ്യനെ അനുഗ്രഹിക്കുന്നു, ദൈവം ഓരോരുത്തർക്കും ദാനങ്ങൾ നൽകുന്നു, ദൈവം എല്ലാവർക്കും നല്ലത് കൊടുക്കട്ടെ, എല്ലാവർക്കും നന്മ ഉണ്ടാകട്ടെ എന്ന് പറയുന്ന ഹൃദയപരമായ ഒരു വിശാലതയല്ല പലപ്പോഴും നമുക്കുള്ളത്. വാചികമായിട്ടൊക്കെ നമ്മളത് പറയുമെങ്കിലും ഹൃദയത്തിൽ നമ്മൾ അസ്വസ്ഥമാകുന്നു. നമുക്കില്ലാത്തത് വേറൊരാൾക്കുണ്ടാകുമ്പോൾ നമ്മുടെ ഹൃദയം അസ്വസ്ഥമാകുന്നു. ഈ അസ്വസ്ഥത യഥാർത്ഥത്തിൽ കൊലപാതകത്തിലേക്ക് നയിക്കുന്ന ഒരു തിന്മയാണ്. യഥാർത്ഥത്തിൽ അസൂയ കൊലപാതകത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ ആളുകളെ അപമാനിക്കുമ്പോൾ ഒരു കൊലപാതകമാണ്. വ്യക്തിഹത്യ നടത്തുക, നമുക്കൊരു പക്ഷേ നമ്മുടെ കൂടെയുള്ള ഒരാളുടെ കുറവോ പോരായ്മ അറിയാമായിരിക്കും. വളരെ രഹസ്യമായൊരു കാര്യമായിരിക്കും, നമ്മുടെ ബന്ധത്തിനകത്ത് മാത്രം വെളിപ്പെടുന്ന ഒരു കാര്യമായിരിക്കും. അത് നമ്മൾ പരസ്യമായി പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു കൊലപാതകം നടത്തുന്നുണ്ട്, വ്യക്തിഹത്യ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ കൂടി നമ്മൾ പരിഗണിക്കണം. നമ്മൾ 5 പ്രമാണങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. ഈ പ്രമാണങ്ങൾ എങ്ങനെയാണ് കുമ്പസാരിക്കേണ്ടത് എന്നതിനെ കുറിച്ചല്ല നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാകാൻ വേണ്ടി മാത്രമാണ്. ഒരു സഹോദരൻ പറയുണ്ടായി, ഈ കുമ്പസാരത്തെക്കുറിച്ച് ഇങ്ങനെ ലളിതമായിട്ട് പറയണം. കുമ്പസാരത്തെക്കുറിച്ച് പറയണമെങ്കിൽ അത് ഒറ്റ വാക്കി പറഞ്ഞാൽ ലളിതമാവില്ല. അതിങ്ങനെ പറഞ്ഞു പോയാലേ അതിനെക്കുറിച്ച് പറയാൻ പറ്റൂ. ഇനി എങ്ങനെയാണ് കുമ്പസാരം നടക്കേണ്ടതെന്നും കുമ്പസാരത്തിൽ എങ്ങനെയാണ് അനുഭവമാകുക എന്നും പറയുന്ന സമയത്ത് എത്തുമ്പോൾ ഒരു പക്ഷേ അദ്ദേഹത്തിന് ബോധ്യം വരുമായിരിക്കും. അതല്ല, ഏതെങ്കിലും ഒരു ഭാഗത്തെക്കുറിച്ചാണ് വിശദീകരണം വേണ്ടതെങ്കിൽ ആ ഭാഗം എന്താണെന്നും എവിടെയാണ് കാഠിന്യമുള്ളതെന്നും പറയണം. ഈ ഭാഷയുടെ പരിമിതിയൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് വ്യക്തിപരമായി വാട്സപ്പിൽ ചോദിക്കാം, ആ പറഞ്ഞതിന്റെ പൊരുൾ എന്താണ്. ഒരുപക്ഷെ എല്ലാവർക്കുമായിട്ട് ഒരു സാമാന്യ ഭാഷയിലാണല്ലോ നമ്മൾ സംസാരിക്കുന്നത്. ആ സാമാന്യ ഭാഷ എല്ലാവർക്കും ഒരേപോലെ ഗ്രഹിക്കാൻ കഴിയണമെന്നില്ല. 100 പേര് കേൾക്കുമ്പോൾ 100 പേര് 100ആയിട്ടാണ് കേൾക്കുന്നത്. അങ്ങനെ ഒരു പരിമിതി നമ്മുടെ സംഭാഷണത്തിനുണ്ട്. എല്ലാ സംഭാഷണങ്ങൾക്കും, എല്ലാ എഴുത്തുകൾക്കും 100 പേര് 100 കാര്യമായിട്ടാണ്. ഓരോരുത്തരും കാണുന്നത് ഓരോ തരത്തിലാണ്. നമ്മൾ കുമാരനാശൻ പറയുന്നത്, ജാതാനുരാഗം ഒരുവന്റെ മിഴിക്ക് വേദ്യം, ഏതോ വിശേഷ സുഭഗത്വവും മാറുന്നിരിക്കാം. അത് പല രീതിയിലാണ്.
അതായത് കാണുന്നയാളുടെ കണ്ണും കാണുന്നയാളുടെ അറിവും പരിമിതിയൊക്കെ അതിനകത്തുണ്ടാവും, വിശാലതയും അതിനകത്തുണ്ടാവും. അപ്പൊ അതുകൊണ്ട് വ്യക്തിപരമായ അത്തരം കാര്യങ്ങൾ ചോദിക്കാൻ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് നമ്പർ ഇടുന്നുണ്ട്, നിങ്ങൾക്ക് ചോദിക്കാം. അങ്ങനെ നമുക്കതിനെ വിശദീകരിക്കാൻ പറ്റും. മാത്രമല്ല, എവിടെയെങ്കിലും കഠിനമായി പോകുന്നു അല്ലെങ്കിൽ മനസ്സിലാവാതെ പോകുന്നെങ്കിൽ നിങ്ങൾക്കത് പറയാം. മനസ്സിലാവാതെ പോകുന്നു എന്റെ കുറവാണ്, നിങ്ങളുടെ കുറവല്ല. നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ളത് ചോദ്യം ചോദിക്കുന്ന കുട്ടിയാണ് ഏറ്റവും വലിയ നിഷേധിയെന്നും അറിവില്ലാത്തവനെന്നാണ്. അങ്ങനെയല്ല, ചോദ്യം ചോദിക്കുകയും സംശയം ഉണ്ടാകുകയും പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നില്ല എന്ന് പറയുകയും ചെയ്യാൻ നമുക്ക് കഴിയണം. മനസ്സിലാവുന്നില്ല എന്നുള്ളത് നമ്മുടെ പരിമിതിയല്ല, പറഞ്ഞു തരുന്ന ആളുടെ പരിമിതിയാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങളോട് സംസാരിക്കുന്ന എൻ്റെ ഒരു പരിമിതിയാണ്, നിങ്ങൾക്കത് ചൂണ്ടിക്കാട്ടാം, അത് നമുക്ക് പറയാം, വിശദീകരിച്ച് പറയാൻ കഴിയും. ഇനി നമ്മൾ കൽപ്പനയുടെ അടുത്ത ഭാഗങ്ങളിലേക്ക് പോവുകയാണ്. അവിടെ നമുക്ക് കാണാവുന്ന ഒരു കാര്യം വ്യഭിചാരം. അരുത് എന്ന് പറയുന്ന ഒരു കാര്യമാണ്. അരുത് എന്ന് പറയുന്നതിന് ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതിന് പോസിറ്റീവ് തിങ്കിങ്ങിലേക്ക് നമുക്ക് പോകണം. അരുത് എന്ന് പറയുമ്പോൾ വ്യഭിചാരം എന്ന് പറയുന്നതിന് പകരമായി വരാവുന്ന കാര്യം എന്താണ്? എവിടെയാണ് വ്യഭിചാരം? വ്യഭിചാരം എന്ന് പറയുന്നത് സ്നേഹവിരുദ്ധതയിൽ നിന്നാണ്, സ്വാർത്ഥത്തിൽ നിന്നുണ്ടാകുന്ന ഒരു കാര്യമാണ്. സ്വന്തം താല്പര്യത്തിന് വേണ്ടി മാത്രം മറ്റൊരാളെ ഉപയോഗിക്കുമ്പോൾ അത് വ്യഭിചാരമാണ്. അത് വിവാഹിതരാണെങ്കിലും ദാമ്പത്യ ബന്ധത്തിനകത്താണെങ്കിലും എന്റെ താല്പര്യത്തിനെ മുൻനിർത്തി എന്റെ ഇഷ്ടത്തെ നിറവേറ്റാൻ വേണ്ടി ഞാൻ മറ്റൊരാളെ ഉപയോഗിക്കുമ്പോൾ അത് തിന്മയായിട്ട് മാറും, വ്യഭിചാരമായിട്ട് മാറും. നമ്മൾ ആലോചിച്ച് നോക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ വസ്തുക്കളെയൊക്കെ ഇഷ്ടപ്പെടും, വ്യക്തികളെ സ്നേഹിക്കും. വസ്തുക്കളെ ഉപയോഗിക്കണം, വ്യക്തികളെ സ്നേഹിക്കണമെന്നാണ്. പക്ഷെ ഇപ്പൊ നമ്മൾ എങ്ങനെയാണ്? നമ്മൾ വസ്തുക്കളെ സ്നേഹിക്കുകയും വ്യക്തികളെ ഉപയോഗിക്കുകയും ചെയ്യും. ആ നിലയ്ക്ക് മാറിയിട്ടുണ്ട്. വ്യക്തികളെ ഉപയോഗിക്കുക, മാതാപിതാക്കളെ മക്കൾ ഉപയോഗിക്കുക, മക്കളെ മാതാപിതാക്കൾ ഉപയോഗിക്കുക, പങ്കാളിമാർ ഉപയോഗിക്കുക. അവരെ ഉപയോഗിച്ച് സ്വന്തം ഇഷ്ടം നിറവേറ്റാനായി നാം ശ്രമം നടത്തുമ്പോൾ അത് വ്യഭിചാര തുല്യമായ ഒരു തിന്മയായിട്ട് കാണണം. അപരത്വത്തിന് വേണ്ടിയാണ് നമ്മൾ എന്ന പരമാർത്ഥത്തെ വിട്ട് ദൈവത്തിന്റെ വഴി വിട്ട് നമ്മൾ ചലിക്കുകയാണ്. ഒരു വ്യതിചലനമായിട്ട് അതിനെ കാണാൻ പറ്റണം. ഇനി അവിടെ പറയുന്നത് വ്യഭിചാരം എന്നതിന് പഴയതായി ഉണ്ടായിരുന്ന ഒരു സങ്കല്പത്തെക്കുറിച്ചാണ്. വ്യഭിചാരം എന്ന് പറഞ്ഞാൽ അവിഹിത ബന്ധങ്ങളെക്കുറിച്ചൊക്കെയാണ് അപ്രകാരം കരുതിയിരുന്നത്. അവിടെയാണ് ക്രിസ്തു പറയുന്നത്, കണ്ണ് നിനക്ക് അശുദ്ധിക്ക് കാരണമാവുന്നത്, വഴിപിഴപ്പിക്കുന്നുവെങ്കിൽ, പ്രലോഭിപ്പിക്കുന്നുവെങ്കിൽ ആ കണ്ണ് ചൂഴ്ന്നു കളയും. സ്ത്രീയെ ആസക്തിയോടെ നോക്കുന്നവൻ അവളുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു. ഹൃദയതലത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് വ്യഭിചാരം എന്ന് പറയുന്നത്. ഇപ്പൊ കന്യാവ്രതം എന്ന് പറയുന്നതും കന്യകാത്വം എന്ന് പറയുന്നതും ഹൃദയത്തിൽ ഉണ്ടാകേണ്ടത്. ഈ സ്ത്രീകൾക്ക് മാത്രമായിട്ടാണ് കന്യാവ്രതം പറയുക, പുരുഷനും അത് ഉണ്ടെന്ന് മനസ്സിലാക്കണം. ബ്രഹ്മചര്യം എന്ന വാക്ക് കന്യാവ്രതത്തിന് എതിരാണെന്ന് വെച്ചാൽ ബ്രഹ്മചര്യം എല്ലാവർക്കും ഉള്ളതാണ്. ബ്രഹ്മത്തിൽ ചരിക്കുക, ദൈവത്തിൽ ചരിക്കുക. കന്യാവ്രതം എന്ന് പറഞ്ഞാൽ ഹൃദയത്തിന്റെ അവിഭാജ്യതയാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ 12 ഫലങ്ങളെ പഠിപ്പിക്കുമ്പോൾ അവിടെ പഠിപ്പിച്ചിരുന്നത് കന്യാവ്രതം എന്നൊരു കാര്യം കൂടിയാണ്. ഇപ്പൊ അത് ശുദ്ധത എന്നാക്കി നമ്മൾ മാറ്റിയിട്ടുണ്ട്. നമ്മളിതൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് ഈ പരിഭാഷകൾ വേണ്ടത്ര വ്യാഖ്യാനിക്കാൻ പറ്റാതെ പോകുമ്പോഴാണ്. കന്യാവ്രതം എന്ന് പറയുന്നത് ഹൃദയത്തിന്റെ അവിഭാജ്യതയാണ്. അപ്പൊ ദൈവത്തെ പ്രതിയുള്ള ബന്ധമായി മാറുക, ദൈവത്തെ പ്രതി അല്ലാത്തതെല്ലാം നീക്കിക്കളയുക. നമ്മൾ വിവാഹബന്ധത്തിലാണെങ്കിൽ ഒരു പങ്കാളിയെ സ്വീകരിക്കുന്നത് ദൈവത്തിന് പകരമായിട്ടാണ്. അങ്ങനെ ദൈവത്തിന് പകരമല്ലാതെ മാനുഷികതയിൽ സ്വീകരിക്കുമ്പോണ്ടാകുന്ന പരിമിതി ഒന്ന്, അയാളെ നമുക്ക് പൂർണ്ണതയോടെ സ്വീകരിക്കാൻ കഴിയില്ല, കുറവുകളോടെ സ്വീകരിക്കാൻ കഴിയില്ല. രണ്ടാമത്, നമ്മൾ അയാളെ സ്വീകരിക്കുമ്പോൾ നമ്മളുടെ ഉപഭോഗ വസ്തുവാക്കി മാറ്റും, എൻ്റെ കൈപ്പിടിയിലുള്ള ഒന്നാക്കി. അതുകൊണ്ടാണ് എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്. ശരിക്കും പറയേണ്ടത് അവളുടെ ഭർത്താവ്, അവന്റെ ഭാര്യ എന്നാണ്. പക്ഷെ നമ്മൾ പറയുമ്പോൾ നേരെ തിരിച്ചാണ് പറയുക, ഇതൊക്കെ എൻ്റെ ഉടമാവകാശത്തിന് കീഴിലാണെന്നാണ്. ഉടമാവകാശം ദൈവത്തിന് മാത്രമുള്ളതാണ്. ഇവിടെ ഉള്ളത് എന്താണ്? പങ്കാളിത്തമാണ്. പങ്കാളിത്തം വിട്ട് ചിന്തിക്കുമ്പോൾ നമ്മൾ ഈ വഴിയിൽ നിന്ന് തെറ്റിപ്പോകും. അതുകൊണ്ട് ആസക്തിയോടെ നോക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിനകത്ത് ഈ തിന്മ ഉണ്ടാകുന്നു എന്ന് പറയും. ആസക്തിയോടെ നോക്കുമ്പോഴാണ്, കാണുമ്പോഴല്ല. നമ്മൾ പലപ്പോഴും സ്ത്രീകളുടെ വസ്ത്രധാരണത്തേക്ക് കുറ്റം പറഞ്ഞിട്ട് പറയുന്നത് മര്യാദയ്ക്ക് നടന്നാൽ ആളുകൾ നോക്കുമായിരുന്നു എന്ന്. ഈ നോക്കുക എന്നത് ഒരു ഇന്റൻസ്ഡ് ആയിട്ടുള്ള പ്രവൃത്തിയാണ്. എൻ്റെ ഇന്റൻഷൻ ഉണ്ടായിരുന്നു, ഞാൻ നോക്കുന്നു. കാണുന്നു എന്നുള്ളത് അങ്ങനെയല്ല. കണ്ണ് തുറന്നിരിക്കുമ്പോൾ കാണും. നോക്കണത് അങ്ങനെയല്ല. നോക്കണത് അവിടെ പ്രത്യേക താല്പര്യത്തോടെ നോക്കും. അങ്ങനെ നോക്കുമ്പോണ്ടാണ് ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, അവിടെ നമ്മുടെ ഹൃദയത്തിനകത്ത് അത് നമ്മൾ സ്വീകരിക്കുന്നുണ്ട്. നമ്മുടെ ഹൃദയത്തിനകത്തുണ്ടാകുന്ന ഒരു ഭാവമാറ്റം നമ്മുടെ ശരീരത്തിനകത്തും മനസ്സിനകത്തും അശുദ്ധി പടർത്താനിടയാവും. ഒരു കാര്യം കാണുക എന്നതിനേക്കാൾ നോക്കുക എന്ന് പറയുന്നതിന് ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം ആസക്തി ഉള്ളതായി മാറുമ്പോൾ നീ വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു. അവിടെ
അങ്ങനെ നമ്മുടെ ഹൃദയഭാവത്തെ പരിശോധിച്ചുകൊണ്ട് വേണം നമ്മൾ വ്യഭിചാരത്തെ മനസ്സിലാക്കാൻ. കേവലമായ പ്രവൃത്തിക്കകത്തല്ല, ഹൃദയപരമായ ഒരു അവിഭാജ്യത നിലനിർത്താൻ നമുക്ക് പറ്റണം. ദൈവമാണ് നമ്മുടെ ഹൃദയത്തിന്റെ ഉടയവൻ അല്ലെങ്കിൽ പങ്കാളി, മണവാളൻ, മണവാട്ടി എന്നൊക്കെ നമ്മൾ പറയുന്ന ബന്ധമുണ്ടല്ലോ, ആത്മാവും ദൈവവും തമ്മിലുള്ള ബന്ധം. അവിടെ വെച്ചാണ് അതിനെ പരിശോധിക്കേണ്ടത്. അതുകൊണ്ട് വ്യഭിചാരം എന്നതിനെ കേവലാർത്ഥത്തിലേക്ക് നമ്മൾ കൊണ്ടുപോകരുത്. കേവലാർത്ഥത്തിൽ കൊണ്ടുപോകുമ്പോൾ കേവല ശാരീരിക പ്രവൃത്തിയിലേക്ക് അത് പോകും. ഹൃദയപരമായ കാര്യമാണ് പരമപ്രധാനമായിട്ടുള്ളതെന്ന് അറിയണം. ആ ബോധ്യത്തിൽ നിന്ന് വേണം നമ്മൾ ആലോചിക്കാൻ. അപ്പൊ നമ്മുടെ ഹൃദയത്തിന് ഇണയായിട്ടുള്ള ദൈവത്തെ പ്രതി അവരനെ സ്വീകരിക്കുന്ന സുതാര്യമായ ബന്ധമാണ് ഉണ്ടാകേണ്ടത്. ആസക്തി എന്ന് പറയുന്നത് സ്വന്തം താല്പര്യത്തെ പരിഗണിക്കുന്ന അല്ലെങ്കിൽ അവനവന് സന്തോഷമുണ്ടാകാൻ വേണ്ടി അവരനെ ഉപയോഗിക്കുന്ന പ്രവൃത്തിയാണ്. അപ്രകാരമായി മാറുമ്പോഴാണ് യഥാർത്ഥത്തിൽ വ്യഭിചാരം ഉണ്ടാകുന്നത്. അവരെന്നെ മനസ്സിലാക്കാതെ, അവരെന്നെ തിരിച്ചറിയാതെ, ഞാനും അവരും തമ്മിലുള്ള ബന്ധത്തിൽ ദൈവം ഇല്ലാതെ അല്ലെങ്കിൽ ദൈവത്തെ പ്രതിയുള്ള ബന്ധമല്ലാതായിട്ട് മാറുമ്പോൾ അത് വ്യഭിചാരമായിട്ട് മാറും. ആ നിലയ്ക്ക് മനസ്സിലാക്കുമ്പോൾ വിശാലമായ അർത്ഥത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഓരോരുത്തരും ദൈവത്തിന്റെ ഛായയാണ്, ഓരോരുത്തരും ദൈവത്തിന്റെ മകനും മകളുമാണ്. ദൈവത്തെ പ്രതി അവരെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ വ്യഭിചാരം എന്ന അശുദ്ധി നീങ്ങും. അതല്ലാതെ നമ്മൾ വസ്ത്രധാരണം മാറ്റിയാൽ മാറുന്നതല്ല ആസക്തി. ആസക്തി, ഏത് ആസക്തിയും ഒരുപോലെയാണ്. ഭക്ഷണാസക്തിയാകാം, കോപാസക്തിയാകാം, ദ്രവ്യാസക്തിയാകാം, എല്ലാ ലൈംഗികാസക്തിയാകാം. എല്ലാ ആസക്തികളും ഈ അവനവൻ കാമിക്കുന്ന അല്ലെങ്കിൽ അവനവൻ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു തരത്തിലുള്ളതാണ്. ഞാൻ കൊടുക്കാൻ വന്ന ഒരാൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഉടമാവകാശം യഥാർത്ഥ ദൈവത്തിനാണെന്ന് മറന്നു പോകുമ്പോൾ സംഭവിക്കുന്ന പിഴവാണത്. അത് ഞാൻ പറഞ്ഞത് കുറെ കഠിനമായ വാക്കുകളൊക്കെ ആയിരിക്കും അതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വ്യക്തിപരമായത് എവിടെയാണ് മനസ്സിലാവുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ സാധാരണ കാണുന്ന വ്യഭിചാരം എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയും പുരുഷനുമായിട്ട് സ്വാഭാവികമല്ലാത്തൊരു ബന്ധം ഉണ്ടാകുമ്പോൾ അതിനോട് വ്യഭിചാരം. ആ ഒരു നിലയ്ക്ക് മാത്രം വ്യഭിചാരത്തെ ഒതുക്കാതെ വ്യഭിചാരം എന്നതിനെ ഹൃദയപരമായൊരു പ്രവൃത്തിയായിട്ട് കാണാൻ പറ്റണം. അത് കന്യകാവ്രതം എന്ന് പറയുന്നത് ദൈവത്തിന് മാത്രം നമ്മൾ അർപ്പിക്കുന്നു എന്നതിന്റെ പേരിലാണ് ഒരാളുമായിട്ട് നമുക്ക് ബന്ധം ഉണ്ടാകുന്നത്, ദൈവത്തെ പ്രതി. അതുകൊണ്ടാണ് ദാമ്പത്യത്തിലൊക്കെ ദൈവത്തെ പ്രതിയുള്ള ബന്ധമാണ്. മണവാളൻ ശരിക്കും ദൈവമാണ്, പകരമാണ് ഒരാളെ സ്വീകരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ബോധ്യത്തിൽ എത്തിച്ചേരുന്നില്ലെങ്കിൽ നമ്മുടെ ബന്ധങ്ങൾക്കകത്ത് ഈ അപജയമുണ്ടാകും. അത് കേവലം ശാരീരികതയെയും സ്വന്തം താല്പര്യങ്ങളെയും തൃപ്തിയെയൊക്കെ മാത്രം ബാധിക്കുന്ന കാര്യമായിട്ട് മാറും. അങ്ങനെ ആസക്തികളിൽ നമ്മൾ കുടുങ്ങിപ്പോകുമ്പോൾ ആ കണ്ണ് ചൂഴ്ന്നു കളയുന്നതാണ് നല്ലത്. അങ്ങനെ ആ കൈ വെട്ടിക്കളയുന്നതാണ് നല്ലതെന്ന് പറയുന്നത്. ഒരു കൈയുള്ളവനായി സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ് നല്ലത്. ഒരു കണ്ണുള്ളവനായി എന്ന് പറയുന്നത് ആ ഒരു കണ്ണ് ഉൾക്കണ്ണാണ്. ഉൾക്കണ്ണുള്ളവനായി ജീവിക്കുകയാണ് വേണ്ടത് എന്നൊരു കാര്യമാണ് അവിടെ സൂചിപ്പിക്കുന്നത് എന്ന കാര്യം പറയാം. പിന്നെ ഈ പറഞ്ഞത് പരിമിതമാണെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് പറയാം. അപ്പൊ വ്യഭിചാരം എന്നതിനെ കേവലമായ ശാരീരിക പ്രവൃത്തിയുടെ തലത്തിൽ മാത്രം കാണാതെ ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ലല്ലോ എന്ന് കരുതുന്നതിൽ അർത്ഥമില്ലെന്ന് ഞാനീ പറഞ്ഞത്. കാരണം മിസ്റ്റർ മർക്കോസ് സുവിശേഷം 7:21 പറയുന്നുണ്ട്. അവിടെ 13 തിന്മകൾ പറയുമ്പോൾ അതിനകത്ത് വ്യഭിചാരമുണ്ട്. അപ്പോൾ ഒരു ഇങ്ങനെയുള്ള പ്രവൃത്തികളിലൊന്നും ഏർപ്പെടാത്ത ഒരാൾ, ഇങ്ങനെയുള്ള പ്രവൃത്തികളൊന്നും ചെയ്യാത്ത, അല്ലെങ്കിൽ ഒരാൾ അങ്ങനെ നോക്കുക പോലും ചെയ്യാത്ത ഒരാൾ ഒരു സ്ത്രീയും പുരുഷനുമായി സംസാരിക്കുന്നത് കാണുമ്പോൾ അതെന്താണ് അവർക്കിടയിൽ ഒരു ബന്ധമെന്ന് സംശയിച്ചാൽ, എന്തുകൊണ്ടാണ് അങ്ങനെ സംശയിക്കുന്നത്? നമ്മുടെ അകത്ത് വ്യഭിചാരം ഉള്ളത് കൊണ്ടാണ്. പുളി തിന്നാത്ത ഒരാൾക്ക് പുളി കാണുമ്പോൾ വായി വെള്ളം വരില്ല. അപ്പൊ നമ്മുടെ അകത്ത് ഒരു തിന്മയുള്ളത് കൊണ്ടാണ് അവരിൽ ഈ തിന്മ കാണുന്നത്. ഒരാൾ വ്യഭിചാരം ആരോപിക്കുമ്പോൾ പോലും നമ്മൾ ആലോചിക്കണം, ഇത് എൻ്റെ അകത്തുള്ളത് കൊണ്ടാണ്. ഒരു സ്ത്രീയും പുരുഷനും രാത്രി എടുത്തു വെച്ച് കണ്ടാൽ, ഒരു മുറി വെച്ച് കണ്ടാൽ, സംസാരിക്കുന്നത് കണ്ടാൽ അവർക്ക് അശുദ്ധി ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നത് നമ്മുടെ അകത്ത് അശുദ്ധി ഉള്ളത് കൊണ്ടാണ്. ആ വ്യഭിചാരം വിചാരത്തിലുള്ളതാണ്. വിചാര വാക്പ്രവൃത്തികളിലൊക്കെ ഉള്ളതാണ് പാപം. അപ്പൊ അതുകൊണ്ട് ദൈവികമായ കാഴ്ച കാണാൻ കഴിയാതെ പോകുന്ന നമ്മുടെ കണ്ണിന്റെ അശുദ്ധിയെക്കുറിച്ച് കൂടി നമ്മൾ ആലോചിക്കണം. മിസ്റ്റർ ഫ്രാൻസിസും ലിയോയും കൂടി ഒരു വയലിന്റെ നടുവിലൂടെ നടന്നു പോവാണ്. അങ്ങനെ പോകുമ്പോൾ ലിയോ വഴിയരികിൽ ഒരു സ്ത്രീയും പുരുഷനുമായി വ്യഭിചാരത്തിൽ ഏർപ്പെടുന്നത് കാണാനിടയായി. അത് കണ്ടപ്പോൾ ലിയോ ഫ്രാൻസിസ് പിതാവിനോട് പറഞ്ഞു, പിതാവേ, ഇവിടെ ഇങ്ങനെ ഒരു സ്ത്രീയും പുരുഷനും വയലിൽ പാപം ചെയ്യുന്നതായിട്ട് കാണുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഫ്രാൻസിസ് പറഞ്ഞു, നീ പോയി തട്ടി നോക്കൂ, അതൊരു വൈക്കോൽ കറ്റയായിരിക്കും. ലിയോ പോയി തട്ടി നോക്കി, അതൊരു വൈക്കോൽ കറ്റയായിരുന്നു. അതൊരു വൈക്കോൽ കറ്റയായിരുന്നിട്ടല്ല, ഫ്രാൻസിസിന്റെ കണ്ണുകൾക്ക് അത് കാണാൻ കഴിയില്ല. ദൈവം അങ്ങനെയാണെന്നാണ് വചനം പറയുന്നത്. ദൈവത്തിന്റെ കണ്ണുകൾ പരിശുദ്ധമാണ്, അതോ തിന്മ കാണുന്ന കണ്ണല്ല. അപ്പൊ തിന്മ കാണുന്ന കണ്ണ് യഥാർത്ഥത്തിൽ നമ്മുടെ അകത്തുള്ള ഒരു തിന്മയെ കൂടിയാണ് വെളിപ്പെടുത്തുന്നത്. അവരിലൊരു കുറവ് കാണുമ്പോൾ ആ കുറവ് നമ്മിലുണ്ട് എന്നൊരു വെളിപ്പെടുത്തൽ അതിനകത്തുണ്ട്. അത് ആ നേർരൂപത്തിലാവണമെന്നില്ല, വിപരീതാർത്ഥത്തിലായിരിക്കും. നേർരൂപത്തിലാവണമെന്നില്ല. കാണുന്ന കാഴ്ച
നേർരൂപത്തിലല്ല കാണുന്ന കാഴ്ച നേർരൂപത്തിലല്ല വിപരീത രൂപത്തിൽ നമ്മിലുണ്ടാകാം. ഒരാൾ മോഷ്ടിക്കുന്നതായിട്ട് കാണുമ്പോൾ മോഷണം എന്ന തിന്മ നമ്മുടെ അകത്തുള്ളതുകൊണ്ടാണ് നമുക്കത് മനസ്സിലാവുന്നത്. ഒരാൾ തെറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ തെറ്റ് ചെയ്യുന്നു നമ്മൾ പറയുന്നത് നമ്മുടെ അകത്ത് ആ തെറ്റുള്ളത് കൊണ്ടാണ് എന്ന കാര്യം നമ്മൾ ഓർക്കണം. നമ്മൾ നല്ലവരായതുകൊണ്ടല്ല. അപ്പൊ നമ്മുടെ അകത്തുള്ള തിന്മയെ നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കണം. ആസക്തികൾ എല്ലാ മനുഷ്യർക്കും ഉണ്ട്. ഏതെങ്കിലും ഒരു ആസക്തിയിലേക്ക് തുറന്നിരിക്കും. ആസക്തി എന്നത് അവനവനെ ഉപേക്ഷിക്കുമ്പോൾ മാത്രം പോകുന്നൊരു കാര്യമാണ്. അവനവനെ ഉപേക്ഷിക്കുമ്പോൾ മാത്രമാണ് യഥാർത്ഥ സ്നേഹം ഉണ്ടാകുക. റിയൽ ലവ് ആണ്, യഥാർത്ഥ പ്രണയമാണ് ഉണ്ടാകേണ്ടത്. ഈ ശാരീരികതയിൽ ഉടക്കി പോകുന്നതും സമ്പത്തിലും ലോകത്തിലൊക്കെ ഉടക്കി പോകുന്നതും ആസക്തികളുടെ ഭാഗമായിട്ടാണ്. ഇത് പരിഗണിക്കാൻ നമുക്ക് പറ്റണം. ഇനി മോഷ്ടിക്കരുത്. മോഷ്ടിക്കരുത് എന്ന കൽപ്പന സ്വാഭാവികമായും നമ്മുടെ സമൂഹത്തിനകത്ത് മോഷണത്തെക്കുറിച്ചുള്ള ചിന്തകളെ കുറെ കൂടി വിശാലമായി പരിശോധിക്കേണ്ടതുണ്ട്. ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാതെ ഒരു ചെറുപ്പക്കാരൻ കേരളത്തിൽ ഭക്ഷണം മോഷ്ടിച്ചു. മോഷണം വലിയൊരു തിന്മയാണ്. അതുകൊണ്ട് അവനെ എല്ലാവരും ചേർന്ന് തല്ലിക്കൊന്നു. മോഷണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സാമൂഹ്യ നീതിയുടെ അഭാവത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യം കൂടിയായിട്ട് കാണും. മോഷണത്തിന്റെ ഒരു ഭാഗം. മോഷണത്തിന്റെ മറ്റൊരു ഭാഗം എന്താണ്? അത് മനഃശാസ്ത്രപരമായ ചില പ്രശ്നങ്ങൾ. ഒരിക്കലും ഒരു സെമിനാരിൽ പഠിക്കുന്ന കുട്ടിയെ കാണാൻ പോകും. അവന് സെമിനാരിൽ നിന്ന് പുറത്ത് പോകാം. അവന്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ആരുടെയെങ്കിലും ബാഗിലുള്ളതൊക്കെ എടുക്കുക എന്നുള്ള, പിടിക്കപ്പെടുകയും ചെയ്യും. അവന് പുരോഹിതനാകണമെന്ന് വലിയ ആഗ്രഹമുണ്ട്, അവന് നന്നായിട്ട് ജീവിക്കണമെന്നുണ്ട്, എടുക്കരുതെന്നുണ്ട്. പക്ഷെ ചില പ്രത്യേക സമയത്ത് അവനിത് എടുത്തു പോകും. അവർ ശരിക്കും ചികിത്സയാണ് ആവശ്യം. അപ്പൊ മോഷണം എന്ന പ്രവൃത്തിയെ മാത്രം കണ്ടാൽ, അല്ലെങ്കിൽ കാണുന്ന പിടിക്കപ്പെടുന്ന പ്രവൃത്തി, അതാണല്ലോ മോഷണമായിട്ട് വരും. അത് മാത്രം കണ്ടാൽ മോഷണത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. മോഷണം എന്ന് പറയുന്നത് തിന്മയാണ്. ആ തിന്മ എങ്ങനെയാണ് വരുന്നത്? തിന്മ വരുന്നത് ദൈവം അവരന് കൊടുത്തൊരു കാര്യം ഞാൻ കവർന്നെടുക്കാൻ നോക്കുന്നു. മോഷണം പലതരത്തിലുണ്ട്. ഇപ്പൊ ബഹുമാനം മോഷ്ടിക്കുന്നവരുണ്ട്. അപ്പന് കൊടുക്കേണ്ട സ്ഥാനം അമ്മ ഏറ്റെടുക്കുമ്പോൾ, സ്നേഹം ഏറ്റെടുക്കുമ്പോൾ ഒരു മോഷണമാണ്. മറ്റൊരു കുറ്റപ്പെടുത്തി അവനവനെ സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു മോഷണമുണ്ട്. ശുപാർശയിൽ മോഷണമുണ്ട്. അപ്പൊ പഠിക്കാനൊക്കെ സീറ്റ് കിട്ടാൻ വേണ്ടി ശുപാർശകളിലൂടെ നുഴഞ്ഞു കയറുമ്പോൾ മോഷണമാണ്. പക്ഷെ നമ്മളത് മോഷണമായിട്ട് കാണാറില്ല. നമുക്ക് അർഹതയില്ലാത്തൊരു കാര്യം നേടാൻ വേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള ശുപാർശകളൊക്കെ സ്വീകരിച്ച് നമ്മൾ പോകുമ്പോൾ ഒരു മോഷണം തന്നെയാണ്, തട്ടിയെടുക്കൽ തന്നെയാണ്. നമുക്ക് അർഹതയില്ലാത്ത കാര്യങ്ങൾ പലതും അവകാശങ്ങളായിട്ട് നമ്മൾ നേടിയെടുക്കാറുണ്ട്. അർഹതയില്ലാത്ത കാര്യം അവകാശമായി നേടിയെടുക്കുമ്പോൾ അതും മോഷണമാണ്. ഇനി കുറെ കൂടി ഉയർന്നു ചിന്തിച്ചാൽ ആത്മീയ മേഖലയെ പറഞ്ഞാൽ, നീ ഉപയോഗിക്കാത്ത വസ്തുക്കൾ നിന്റെ അലമാരിക്കകത്ത് ഇരിപ്പുണ്ടെങ്കിൽ അത് മോഷണ വസ്തുവാണ്. വേറെ ആർക്കും ഉപയോഗിക്കേണ്ടതായിരുന്നു മോഷണ വസ്തുവാണ്. അപ്പൊ ഇങ്ങനെ മോഷണത്തെ കുറെ കൂടി വിശാലമായൊരു തലത്തിൽ നമുക്ക് കാണാൻ പറ്റണം. എനിക്ക് ദൈവം തന്നത് അവരിന് ഞാൻ കൊടുക്കേണ്ടതാണ്. അത് കൊടുക്കാതിരിക്കുന്നതും ഒരു മോഷണമാണ്. എന്റെ കയ്യിൽ ദൈവം തന്നിട്ടുള്ളത് എനിക്ക് വേണ്ടിയല്ല, അവരിന് വേണ്ടിയാണ്. അത് മനസ്സിലാക്കാതെ എന്റേതായിട്ട് ഞാൻ സ്വരുക്കൂട്ടുന്നുവെങ്കിൽ അതൊരു മോഷണ വസ്തുവാണ്. അപ്പൊ ഞാൻ ധനമാർജിക്കുന്നതിനകത്ത് ഈ കുഴപ്പമുണ്ടെന്ന് പരിശോധിക്കണം. എന്റെ സഹജീവികൾക്ക്, ചുറ്റുപാടുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി ദൈവം എന്നെ ഏൽപ്പിച്ചവ ഞാൻ ഇങ്ങനെ കയ്യേറുന്നുണ്ടെങ്കിൽ അത് ഒരു മോഷണമാണ്. ഇത്തരത്തിൽ നിരവധിയായ മോഷണങ്ങൾ നമുക്ക് കാണാൻ പറ്റും. കൈക്കൂലി കൊടുത്ത് കാര്യം നേടുന്നതൊക്കെ മോഷണത്തിന്റെ ഭാഗമായിട്ടാണ്. അവിടെ ന്യായമല്ല. നമ്മൾ ഇല്ലാത്തൊരു കാര്യം നേടിയെടുക്കുകയാണ്. അർഹതയില്ലാത്ത കാര്യം നേടുന്നത് മോഷണമാണ്. ബാസിൽ പറയുന്നത് അലമാരിക്കകത്ത് നീ ഉപയോഗിക്കാത്ത വസ്തുക്കൾ ഇരിപ്പുണ്ടെങ്കിൽ അത് മോഷണ വസ്തുവാണ്, അത് അപരൻ്റെതാണ്. നമ്മുടെ അലമാരകൾ പരിശോധിച്ചാൽ എത്രയേറെ വസ്ത്രങ്ങൾ വലിയ കേടൊന്നും കൂടാതെ അതിനകത്ത് ഇരിപ്പുണ്ട്. നമ്മൾ പുതിയത് വാങ്ങുമ്പോൾ പഴയതിനെ അവഗണിക്കും. അങ്ങനെ എത്രത്തോളം ഇരിപ്പുണ്ട്, എത്രയോ വസ്തുക്കൾ ഭാരമായിട്ട് നമ്മൾ ചുമക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് മോഷണമായിട്ട് നമുക്ക് കാണാൻ പറ്റണം. നമ്മൾ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന ഒരിക്കലും മോഷണമായിട്ട് പറയില്ല. പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നുണ്ട്, നമ്മുടേതാക്കി മാത്രം ഉപയോഗിക്കുന്നുണ്ട്. വെള്ളം എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. വെള്ളം വിൽക്കുന്നു, സർക്കാരുകളാണെങ്കിലും വെള്ളം വിൽക്കുന്നു. ഈ വെള്ളം വിൽക്കുക എന്ന് പറഞ്ഞ പരിപാടി യഥാർത്ഥത്തിൽ ഒരു മോഷണമാണ്. നമുക്ക് അവകാശപ്പെട്ടതാണ്. മണ്ണും വെള്ളവും വെളിച്ചവും വായുവും ഒക്കെ സഹജമായി എല്ലാ മനുഷ്യർക്കും കിട്ടേണ്ടതാണ്. അത് ആർക്കെങ്കിലും നിഷേധിക്കപ്പെടുകയും നമ്മളത് സ്വന്തമാക്കി വെക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് മോഷണമാണ്. ഇനി മോഷണത്തിന്റെ മനോഭാവം നമുക്ക് ആലോചിക്കാൻ പറ്റും. അത് സഹോദര സ്നേഹത്തിന് വിരുദ്ധമായൊരു പ്രവൃത്തിയാണ്. സഹോദര സ്നേഹത്തിന് വിരുദ്ധമായ പ്രവൃത്തി സ്വാർത്ഥമാണ്. അവരെൻ്റേത് എൻ്റേതാകണമെന്ന ആഗ്രഹം, അതാണ് മോഹത്തിൽ വരുന്നത്. മോഹഭാവം ഇതുമായിട്ട് ബന്ധമുള്ളൊരു കാര്യമാണ്. അങ്ങനെ മോഹമുണ്ടോ? അനർഹമായി ഇത് നേടാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നമുക്ക് ഒരു മാങ്ങ കാണുമ്പോൾ അത് കഴിച്ചാൽ കൊള്ളാൻ തോന്നും, നല്ല കാര്യം.
സ്വാഭാവികമായിട്ടുണ്ടെന്ന കാര്യമാണ്. ഈ മോഹമല്ല പറയുക. നമുക്ക് അത് സ്വന്തമാക്കാനായി നമ്മുടെ അകത്ത് കടുത്ത അഭിവാഞ്ചം ഉണ്ടാകുകയും അത് ആസക്തിപ്പെട്ടു പോവുകയും ചെയ്യുന്നുണ്ടോ, ഏത് വിധേനയും അത് സ്വന്തമാക്കാനുള്ള മോഹം, അത് മോഹഭാവത്തിൽ വരും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ അകത്ത് ഇങ്ങനെ കുഴപ്പങ്ങളുണ്ടോ എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇനി ആരെങ്കിലും ഇങ്ങനെ മോഷ്ടിക്കുന്ന നമ്മൾ കാണുമ്പോൾ അതൊരു മോഷ്ടാവകത്തുള്ളത് കൊണ്ടാണ്, ഈ തിന്മ അകത്തുള്ളത് കൊണ്ടാണെന്ന് കൂടി കാണണം. എന്നിലൊരു കുറവുള്ളത് ഞാൻ കാണുന്നു പുറത്ത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ആ നിലയ്ക്ക് ചിന്തിക്കുമ്പോൾ പുറകെ കൂടി വിശാലമായി നമുക്ക് കാണാൻ പറ്റും. സാമൂഹ്യമായ അസമത്വം യഥാർത്ഥത്തിൽ മോഷണത്തിന്റെ ഫലമാണ്. കയ്യിലുള്ളവൻ, അതായത് കയ്യിൽ ദൈവം ദാനമായി നൽകിയവൻ, അത് മറ്റുള്ളവരുമായി പങ്കുവെക്കാതെ പോകുമ്പോൾ, അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, അപരന്റെ ഇല്ലായ്മ ഞാൻ അവന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പിടിച്ചു വെച്ചിട്ടാണോ വന്ന് ഭവിച്ചിട്ടുള്ളത്, അപരന്റെ ഇല്ലായ്മയ്ക്ക് കാരണം ഞാനാണോ എന്ന് പരിശോധന ഉണ്ടാവണം. പങ്കുവെപ്പില്ലാതെ പോകുന്നതും ഇത്തരത്തിൽ പാപകരമായൊരു തിന്മയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. ഇനി കള്ളസാക്ഷ്യം പറയരുത്. കള്ളസാക്ഷ്യം പറയരുതെന്ന് പറയുമ്പോൾ ഏറ്റവും വലിയൊരു കള്ളസാക്ഷ്യം നമ്മൾ ക്രിസ്ത്യാനികളാണെന്ന് പറയുന്നത്. ലോകത്ത് ക്രിസ്തുവിന്റെ പിന്നാലെയാണ് നമ്മൾ പറയുന്നു, ജീവിക്കുന്ന ലോകപ്രകാരമാവും. അതൊരു കള്ളസാക്ഷിയാണ്. ലോകസമക്ഷം നമ്മൾ നല്ലവരാണെന്ന് ഭാവിക്കുന്നു, എന്നിട്ട് മറ്റുള്ളവരൊക്കെ കുറ്റക്കാരായി വിധിക്കുന്നു. കള്ളസാക്ഷ്യം. ഇത് കൂടാതെ നിരവധിയായ കള്ളസാക്ഷ്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. നമ്മൾ മറ്റുള്ളവരെ വിധിക്കുമ്പോൾ, ഒരാൾ തെറ്റുകാരനാണെന്ന് പറയുമ്പോൾ നമുക്ക് നേരിട്ട് അറിവുള്ള കാര്യമല്ല, നമുക്ക് നേരിട്ടറിയില്ല. ഒരു സംഭവത്തിനകത്ത് അതിന്റെ പരിപൂർണമായ വശം നമുക്കറിയില്ല. നമ്മൾ കാണുന്നത് പാർഷ്യലായ വശങ്ങളാണ്, നമുക്ക് മുഴുവൻ കാണാൻ കഴിയില്ല. ഈ മുഴുവൻ കാണാതെ നമ്മൾ ഒരാളെ കുറ്റപ്പെടുത്തുമ്പോൾ യഥാർത്ഥ കള്ളസാക്ഷിയായിട്ട് മാറും. അതുകൊണ്ട് നമ്മുടെ അകത്ത് ഇങ്ങനെ കള്ളസാക്ഷ്യമുണ്ടോ എന്ന് പരിശോധിക്കണം. അവിടെ നമ്മൾ ചെയ്യുന്നൊരു പ്രവൃത്തി ദൈവത്തെ തന്നെ പ്രതിക്കൂട്ടിലാക്കുന്ന പ്രവൃത്തിയാണ്. നാം കാണാത്തൊരു കാര്യത്തെ നാം പറയുമ്പോൾ ദൈവത്തെ നമ്മൾ അപ്രസക്തനാകും. നമ്മൾ പറയുന്നത് മറ്റുള്ളവർ അംഗീകരിക്കാതെ പോയാൽ പ്രതിക്കൂട്ടിലാകുന്നത് ദൈവമാണ്. നമ്മൾ ആണയിടുന്ന പ്രവൃത്തിയൊക്കെ പറയുന്നു. ആണയിടുക എന്നൊക്കെ പറഞ്ഞ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരും. നമ്മൾ ദൈവത്തെ പിടിച്ചൊക്കെ ആണയിടുക, സത്യം ഉറപ്പിക്കാൻ വേണ്ടിയാണ്. പക്ഷെ അവിടെ ദൈവം ഒരു സാക്ഷിയായിട്ട് മാറും. ദൈവത്തിന്റെ സാക്ഷ്യം മറ്റുള്ളവർ അംഗീകരിക്കാതെ പോയാൽ ദൈവമാണ് അവിടെ വില കുറയുന്ന ആളായിട്ട് മാറുന്നത്, നമ്മളല്ല. നമ്മുടെ തലയിൽ നിന്ന് നമ്മൾ ദൈവത്തിന്റെ തലയിൽ വെച്ച് കൊടുത്തു. നമ്മളെ വിശ്വസിക്കുന്നു, വിശ്വസിപ്പിക്കാൻ വേണ്ടി നമ്മൾ ദൈവത്തെ തന്നെ സാക്ഷിയാക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ ദൈവത്തെ അവർ അംഗീകരിക്കുന്നില്ല, അപ്പോൾ അവർ ദൈവത്തെ അംഗീകരിക്കാത്തവരായിട്ട് മാറും. അതുകൊണ്ടാണ് നമ്മളോട് ഒരു കാര്യം ചോദിക്കുമ്പോൾ ഉള്ളത് പറയുക, അതേ അതേന്നും അല്ല അല്ല എന്നും. അതിൽ കൂടുതലായി നീതീകരണം, ന്യായീകരണം ഉണ്ടാകാൻ പാടില്ല. നമ്മൾ സത്യപക്ഷത്താണെന്ന് ദൈവത്തെ സാക്ഷിയാക്കി പറയാൻ പാടില്ല. അങ്ങനെ പറയുമ്പോൾ സംഭവിക്കുന്ന ഒരു പിഴവ് അവിടെ ഈ കള്ളസാക്ഷ്യത്തിന്റെ പരിധിയിലേക്ക് അത് പോകും. അത് ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി നമുക്ക് നോക്കാം. ഇനി മോഹഭാവങ്ങളാണ്. അന്യന്റെ ഭാര്യയെ മോഹിക്കരുത്, അന്യന്റെ വസ്തുക്കൾ മോഹിക്കരുത്. ഇത് തികച്ചും വ്യക്തിപരമായി വരുന്നൊരു കാര്യം കൂടിയാണ്. ഇത് പുറമേക്ക് വരുന്ന കാര്യമല്ല, മോഹമാണല്ലോ, പുറത്തൊന്നും അറിയുന്നില്ല. പക്ഷേ ദൈവം എല്ലാറ്റിൻ്റെയും ഉടയവനാണെന്നും ദൈവം എല്ലാവർക്കുമായി നൽകിയിട്ടുള്ളവയാണ് എല്ലാമെന്നും ദൈവം കയ്യിലേൽപ്പിച്ചവരുടെ കയ്യിൽ ഇരിക്കേണ്ടതാണ് അതൊന്നും ചിന്തിക്കാതെ നമ്മൾ ഇങ്ങനെ മോഹങ്ങളിലേക്ക് പോകുന്നു. ആ മോഹങ്ങൾ വ്യക്തിപരമായി നമ്മെ ദുഷിപ്പിക്കും, സ്വാർത്ഥത്തിൽ കൊടുക്കും. ആ സ്വാർത്ഥം നമ്മെ കൊണ്ടുപോകുന്നത് ആസക്തിയുടെ വഴിയിലേക്കാകും. ആ ആസക്തികൾ തിന്മയിലേക്ക് വീണ്ടും വീണ്ടും നമ്മെ വലിച്ചുകൊണ്ടു. അതുകൊണ്ട് ഹൃദയപരമായി നമ്മൾ ആലോചിക്കണം. ദൈവം നമുക്ക് നൽകുന്ന ബന്ധങ്ങൾ, ദൈവം നമുക്ക് നൽകുന്ന ജീവിതം, ആ ജീവിതത്തെ ദൈവകരങ്ങളിൽ സമർപ്പിക്കേണ്ടതിന് പകരം നമ്മുടെ മോഹപൂർത്തിക്കായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുവെങ്കിൽ അവിടെ കാമം ജയിക്കും, അല്ലെങ്കിൽ ഈ പറഞ്ഞ ആസക്തി ജയിക്കും. നമ്മുടെ ജീവിതം പരാജയത്തിലേക്ക് പോകും. അപ്പൊ ഇങ്ങനെ 10 കൽപ്പനകളെ വ്യക്തമായി പരിശോധിക്കാം. ഈ 10 കൽപ്പനകൾ ഒരു നിയമമെന്ന നിലയ്ക്ക് അക്ഷരാർത്ഥത്തിൽ മാത്രം കാണാതെ അതിന്റെ ഭാവാർത്ഥത്തിലേക്ക്, അതിന്റെ പ്രയോഗതലത്തിലേക്ക് പരമാവധി ശ്രദ്ധിക്കാം. അങ്ങനെ ശ്രദ്ധിക്കുമ്പോഴാണ് നമുക്ക് പാപത്തെക്കുറിച്ചുള്ള ഒരു അവബോധം ഉണ്ടാകുക. ഇത് നമ്മളുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചല്ല നമ്മളിപ്പോൾ പറയുന്നത്. അത് നമുക്ക് വീണ്ടും ചിന്തിക്കാവുന്ന വിഷയമാണ്. എങ്ങനെ കുമ്പസാരിക്കണം എന്നൊരു ഘട്ടം വരുമ്പോഴാണ് അത് പരിശോധിക്കാൻ പറ്റുക. ഇപ്പൊ നമ്മൾ ചിന്തിച്ചത് നമ്മൾ ഈ കേൾക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ എന്ന് പരിശോധിക്കാനായിട്ടുള്ള ഈ 10 കൽപ്പനകൾ
അവയുടെ ഭാവാർത്ഥപരമായ ലിഖിത ക്രമത്തിലല്ലാതെ കുറെ കൂടി വിശാലമായ അർത്ഥത്തിൽ അവയെ എങ്ങനെ നോക്കിക്കാണാൻ കഴിയും എന്ന് നമ്മൾ ചിന്തിക്കുക. ഇതിനൊക്കെ ഏറ്റവും എളുപ്പത്തിലുള്ള ഉത്തരം ക്രിസ്തു പറഞ്ഞതാണ് പൂർണ്ണാത്മാവോടെയും പൂർണ്ണ മനസ്സോടെയും പൂർണ്ണ ഹൃദയത്തോടെയും ദൈവത്തെ സ്നേഹിക്കുക, ദൈവത്തെ പ്രതി മറ്റുള്ളവരെ സ്നേഹിക്കുക. അവിടെ ഈ പറഞ്ഞ 10 തിന്മകളും ഒഴിവായി പോകും. 10 കൽപ്പനകളും അവിടെ പിന്നെ ബാധകമല്ല. ഈ ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തെ പ്രതി മറ്റുള്ളവരെ സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ കൽപ്പനകളെല്ലാം ശരിക്കും പ്രയോഗത്തിൽ വരും. പിന്നെ അതിനെക്കുറിച്ചൊന്നും ആകുലത വേണ്ട. പക്ഷെ നമുക്ക് ഈ പരിമിതിയുണ്ട്. നമ്മുടെ സ്നേഹത്തിലല്ല, നമ്മുടെ കുറവുകളും പരിമിതികളും നമുക്ക് ആലോചിക്കണം. ഇനി പരിശുദ്ധാത്മാവിലുള്ള പാപങ്ങളുണ്ട്, അവയെക്കുറിച്ച് അടുത്ത ഭാഗത്ത് ചിന്തിക്കാം. ഇപ്പോൾ ഈ പറഞ്ഞ ഭാഗത്ത് എവിടെയൊക്കെയാണോ നമുക്ക് സംശയങ്ങളും സന്ദേഹങ്ങളും ഉള്ളത്, അല്ലെങ്കിൽ എവിടെയൊക്കെയാണോ മനസ്സിലാകാതെ പോകുന്നത്, ഏതൊക്കെ ഭാഗത്താണ് കൂടുതൽ വിശദീകരണം ആവശ്യമുള്ളത് നിങ്ങൾക്ക് ചോദിക്കാം. വാട്സപ്പിലെ നമ്പറിലാണെങ്കിലും വീഡിയോയുടെ കീഴെ കമന്റിലും വന്ന് നിങ്ങൾക്ക് പറയാം. അങ്ങനെ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കും. ആനുകാലിക ലോകത്തെ പല സംഭവങ്ങളും വിമർശനങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉയർന്നു വരുന്നുണ്ട്. അതേക്കുറിച്ചൊന്നും സംസാരിക്കാത്തത്, ഇപ്പോൾ ഒരു സിനിമയെക്കുറിച്ചൊക്കെ വലിയ തർക്കം നടക്കുന്നുണ്ട്, അതിനെക്കുറിച്ചൊന്നും സംസാരിക്കാത്തത് ഒരു വിഷയത്തെ കേന്ദ്രീകരിച്ചു പോയതുകൊണ്ടാണ്. ഈ വിഷയം തീർത്തിട്ട് വേണം ബാക്കി കാര്യങ്ങൾ സംസാരിക്കാൻ. അതുകൊണ്ട് പരമാവധി നിങ്ങളുടെ സഹകരണവും സ്നേഹവും പ്രതീക്ഷിക്കുന്നു. കൂടുതൽ പേർക്ക് ഇത് അയച്ചു കൊടുക്കുക. പറഞ്ഞതിനെക്കുറിച്ചുള്ള അവ്യക്തതകളെക്കുറിച്ചും സന്ദേഹങ്ങളെക്കുറിച്ചും നിങ്ങൾ ചോദിക്കുക. നമുക്ക് ഈ സെഷൻ തീരുന്നതിന് മുമ്പ് തന്നെ ഇതിനകത്ത് തന്നെ അതിന് ഉത്തരം പറഞ്ഞു പോകേണ്ടതുണ്ട്. മറ്റു ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും വിമർശനങ്ങൾക്കും മറുപടി പറയുന്ന പങ്ക്തിയിൽ ഇത് ഉൾപ്പെടുത്താൻ കഴിയില്ല. ഇത് പറയേണ്ടത് കുമ്പസാരത്തെക്കുറിച്ച് തന്നെയാണ്. അതുകൊണ്ട് ഈ മേഖലയിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ഈ സമയത്തൊക്കെ നമുക്ക് ചിന്തിക്കുകയും അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്യാം. നമുക്ക് പരസ്പരം സംവദിക്കാം. സമാധാത്മകമായ ലോകത്ത് കുറെ കൂടി വിശാലമായ തുറവിയുള്ളൊരു ഹൃദയം ഉണ്ടാവുകയും കാര്യങ്ങളെ കുറച്ചുകൂടി ഗ്രഹിക്കാൻ കഴിയുകയും ചെയ്താൽ കൂടുതൽ വ്യത്യസ്തമായ അല്ലെങ്കിൽ അനുഭവപരമായ ഒരു കുമ്പസാരത്തിന്റെ വേദിയിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റും. അതിനായി പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. ആമേൻ.